ഹലോ വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. നമ്മുടെ ഇന്നത്തെ വീഡിയോ എൻ്റെ ഒരു പരീക്ഷണമാണ് കേട്ടോ ഞാൻ കാണിക്കുന്നത്. അതായത് നമ്മുടെ യൂട്യൂബിൽ തന്നെ കുറേ വീഡിയോസ് കണ്ടിട്ട് ഞാൻ നമ്മുടെ വാട്ടർ കളർ ഒന്ന് ഉണ്ടാക്കി നോക്കിയതാണ് വീട്ടിൽ. കുറേ നാളായി വിചാരിക്കുന്നു വീട്ടിൽ തന്നെ എങ്ങനെയാണ് വാട്ടർ കളർ ഉണ്ടാക്കാമെന്ന് നോക്കണമെന്ന്. അപ്പോൾ എന്തായാലും ഇന്നതൊന്ന് പരീക്ഷിച്ച് നോക്കി. അപ്പോൾ ആ പരീക്ഷണത്തിൻ്റെ റിസൾട്ടാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ കാണാൻ പോകുന്നത്. നമുക്ക് വേഗം വീഡിയോയിലേക്ക് കിടക്കാം. ഇതിനായിട്ട് നമുക്ക് വേണ്ടത് മൈദയാണ്. ഞാനൊരു 2 ടീസ്പൂൺ മൈദ എടുത്തിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ 1 ടീസ്പൂൺ ഉപ്പ് ചേർക്കുന്നുണ്ട്. ഈ ഉപ്പ് ചേർക്കുന്നത് ഇത് നല്ലോണം ഒന്ന് ഫ്രഷ് ആയിട്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. പിന്നെ ഉപ്പ് ചേർക്കുന്നതിന് വേറൊരു ഗുണം കൂടി ഉണ്ട്. ഇത് നല്ലോണം ഉപ്പ് വയ്ക്കുമ്പോൾ നമ്മുടെ കുട്ടികൾ പെട്ടെന്ന് ഇത് വായിലേക്കൊന്നും കൊണ്ടുപോയില്ല. അപ്പോൾ അങ്ങനെ ഒരു ഗുണം കൂടി ഉണ്ട്. അപ്പോൾ നല്ലോണം മിക്സ് ചെയ്തെടുത്തതിന് ശേഷം നല്ല തണുത്ത വെള്ളം ഉപയോഗിച്ചിട്ട് നമുക്ക് ഈ ഒരു കൺസിസ്റ്റൻസിയിലാക്കി എടുക്കണം. അടുത്തതായിട്ട് നമുക്കിതിലേക്ക് കളർ ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഞാൻ മഞ്ഞ കളറിന് വേണ്ടി നമ്മുടെ മഞ്ഞപ്പൊടി എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തപ്പോൾ ആ സെയിം കളർ നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇതിന് പകരം നമുക്ക് ഫുഡ് കളർ ഉണ്ടെങ്കിൽ അത് യൂസ് ചെയ്യാം, അല്ലെങ്കിൽ കളർ പൊടികൾ വാങ്ങാൻ കിട്ടുമല്ലോ അത് യൂസ് ചെയ്യാം, അല്ലെങ്കിൽ വാട്ടർ കളർ ഏതെങ്കിലും പഴയതൊക്കെ ഇരിക്കുന്നുണ്ടെങ്കിൽ അതും നമുക്ക് യൂസ് ചെയ്യാവുന്നതാണ്. അപ്പം എൻ്റെ കയ്യിൽ ഇതൊന്നും ഇല്ലാത്ത കാരണം ഞാൻ പഴയ സ്കെച്ച് പെൻ എടുത്തിട്ടുണ്ട്. അതിൻ്റെ ബാക്കിലത്തെ ഒരു സാധനം ഉണ്ടല്ലോ, എന്നിട്ട് കളർ വാട്ടർ ഉണ്ടാക്കിയിട്ടുണ്ട്. ഇതാണ് ഞാൻ ആഡ് ചെയ്ത് കൊടുക്കാൻ പോകുന്നത്. അപ്പോൾ എനിക്ക് പറ്റിയൊരു മണ്ടത്തരാണിത്. അതെന്താണെന്ന് വെച്ചാൽ നമ്മൾ ആദ്യം ഒരു കൺസിസ്റ്റൻസിയിലാക്കി എടുത്തല്ലോ നമ്മുടെ മൈദ. അപ്പോൾ അത്രയും വെള്ളം അതിലേക്ക് ആവശ്യമുള്ളൂ. നമ്മൾ വീണ്ടും ഈ സ്കെച്ച് വാട്ടർ ആഡ് ചെയ്ത് കൊടുക്കുമ്പോൾ ഒന്നും കൂടി അത് ലൂസാവും. അപ്പോൾ നമുക്ക് കറക്റ്റ് ആ ഒരു ഇതിൽ കളർ ചെയ്തെടുക്കാനായിട്ട് പറ്റില്ല. നല്ലോണം വെള്ളം ഇങ്ങനെ ഒലിച്ചിറങ്ങും. അപ്പോൾ ആ ഒരു കാര്യം നമ്മൾ ശ്രദ്ധിക്കണം. അപ്പോൾ നമ്മൾ 2-3 കളർ അതേപോലെ ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട്. നമുക്കൊന്ന് പെയിൻറ് ചെയ്ത് നോക്കാം. ഞാൻ ജസ്റ്റ് വെറുതെ ഒന്ന് നോക്കിയതാണ് കേട്ടോ എങ്ങനെ ഉണ്ടെന്ന് അറിയാൻ വേണ്ടിയിട്ട്. കുഴപ്പമില്ല, നമ്മുടെ കുട്ടികൾക്ക് കളിക്കാനായിട്ട് നമുക്ക് കൊടുക്കാനായിട്ട് പറ്റും. പക്ഷെ നമുക്ക് വേറൊരു ആവശ്യത്തിന് ഉപയോഗിക്കാനായിട്ട് പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. എന്തായാലും നമ്മുടെ കുട്ടികൾക്ക് കളിക്കാനായിട്ട് ഇത് ബെസ്റ്റാണ്. അധികം കാശ് ചിലവൊന്നും ഇല്ലാത്ത കാര്യമാണ്. നമുക്ക് പെട്ടെന്ന് ചെയ്ത് കൊടുക്കാവുന്നതാണ്. അധികം അവർക്ക് ഹാംഫുൾ ആയിരിക്കില്ല. എന്തായാലും ട്രൈ ചെയ്ത് നോക്കാവുന്ന ഒരു മെത്തേഡാണ്. പക്ഷേ ഇതേപോലെ വെള്ളമൊന്നും കൂടാതിരിക്കാനായിട്ട് ശ്രദ്ധിക്കുക. അപ്പോൾ ആകെ ഒലിച്ചു പോവും, അതൊന്ന് ശ്രദ്ധിക്കണം. പിന്നെ നമുക്ക് ഫ്രിഡ്ജിൽ വേണമെങ്കിൽ എടുത്ത് സൂക്ഷിക്കാം കേട്ടോ, കുറച്ച് ദിവസമൊക്കെ കേടാവാതിരിക്കും. അപ്പോൾ നമുക്ക് എന്തായാലും വേറൊരു ആവശ്യത്തിന് ഇത് യൂസ് ചെയ്യാൻ പറ്റില്ല. ഇതേപോലെ കുട്ടികൾക്ക് കളിക്കാൻ മാത്രമേ ഈ ഒരു പെയിന്റ് നമുക്ക് യൂസ് ചെയ്യാനായിട്ട് പറ്റുള്ളൂ. അവർക്ക് നല്ലൊരു നേരം പോക്കായിരിക്കും. നമുക്ക് അധികം കാശ് ചിലവൊന്നും ഇല്ലാതെ ചെയ്തു കൊടുക്കാൻ പറ്റുന്ന ഒരു അടിപൊളി ഐഡിയയുമാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ. ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ്. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. പുതിയതായിട്ട് ആരെങ്കിലും ചാനൽ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബും കൂടി ചെയ്യാം കേട്ടോ. നമുക്കിനി അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം. അതുവരെ എല്ലാവർക്കും ബൈ ബൈ.